അട്ടപ്പാടിയിൽ ഭൂമി തട്ടിയെടുത്തുവെന്ന തനിക്കെതിരെയുള്ള പരാതി ഗൂഢാലോചനയെന്ന് CPI നേതാവ് രവീന്ദ്രദാസ് 24നോട്. ആധാരമെഴുത്തുകാരനായ താൻ കന്ദസ്വാമി ബോയൻ്റെ ഒസിയത്ത് എഴുതുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കന്ദസ്വാമി ബോയനെ അവസാനമായി നോക്കിയ ബന്ധുവിനാണ് ഒസിയത്ത് എഴുതി നൽകിയതെന്നും രവീന്ദ്രദാസ് പറയുന്നു. രവീന്ദ്രദാസ് ഭൂമി തട്ടിയെടുത്തു എന്ന തരത്തിൽ വരുന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്. ഞാൻ ആധാരമെഴുത്തുകാരനാണ്. ഞാൻ അതുകൊണ്ട് എന്നോട് അവർ പാർട്ടി ആവശ്യപ്പെടുന്ന കാര്യം എന്താണോ അതിന് രേഖയുണ്ടെങ്കിൽ അതനുസരിച്ച് അതിന് വേണ്ടുന്ന രേഖകൾ പരിശോധിച്ച് ആധാരം എഴുതി കൊടുക്കുകയാണ് എൻ്റെ ജോലി. എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വാർത്ത കൊടുക്കാൻ കാരണം 2000 ഏക്കർ ഭൂമി വിൽക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനെതിരെ എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ പ്രചോദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. CPIയുടെ മുതിർന്ന നേതാവ് കന്ദസ്വാമി ബോയന്റെ 1.5 ഏക്കർ ഭൂമി, അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന 1.5 ഏക്കർ ഭൂമി വ്യാജരേഖ ഉണ്ടാക്കി തട്ടിയെടുത്തു എന്നാണ് മകൻ രവികുമാർ ബോയന്റെ പരാതിയുള്ളത്. ഈ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കേസിലാണ് CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും യുവകലാസാഹിതിയുടെയൊക്കെ നേതാവുമായ രവീന്ദ്രദാസ് പ്രതിയായിട്ടുള്ളത്. 13ാം പ്രതിയായാണ് അദ്ദേഹത്തെ ചേർത്തിട്ടുള്ളത്. ഈ കേസിലാണ് തന്നെ കുടുക്കാൻ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണവുമായി രവീന്ദ്രദാസ് രംഗത്ത് വരുന്നത്. കന്ദസ്വാമി ബോയന്റെ 1.5 ഏക്കറോളം വരുന്ന ഭൂമി ഒസ്യത്ത് തയ്യാറാക്കിയത് താൻ തന്നെയാണ്. അക്കാര്യം താൻ സമ്മതിക്കുന്നത്. കന്ദസ്വാമി ബോയൻ അവസാന കാലഘട്ടത്തിൽ തന്നെ വിളിച്ച് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒപ്പടക്കം പരിശോധിക്കാൻ, കന്ദസ്വാമി ബോയന്റെ ഒസ്യത്തിലെ ഒപ്പടക്കം പരിശോധിക്കാൻ ഇപ്പോൾ സാഹചര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒസ്യത്ത് തയ്യാറാക്കിയത് താൻ തന്നെയാണ്. ഇതിനുശേഷം 1 മാസത്തിന് ശേഷം കന്ദസ്വാമി ബോയൻ മരിക്കുകയായിരുന്നു. രവികുമാർ ബോയന്റെ പക്കലും ഒസ്യത്ത് ഉണ്ടല്ലോ എന്ന് നമ്മളുടെ പ്രതിനിധി ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അവസാനം എഴുതിയ ഒസ്യത്താണ് നിലനിൽക്കുക. ഇങ്ങനെ ഒസ്യത്ത് എഴുതണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധുവിന്, അദ്ദേഹത്തെ അവസാനമായി നോക്കിയ ഒരു ബന്ധുവിന് ഒസ്യത്ത് എഴുതി നൽകുകയായിരുന്നു. മറ്റുള്ള ആരോപണങ്ങളെല്ലാം അത് തനിക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇവിടെ തന്നെ അട്ടപ്പാടിയിൽ തന്നെ 2000 ഏക്കർ ജമ്മിമാരുടെ പേരിലുണ്ടായിരുന്ന ഭൂമി അത് വിൽപ്പന നടത്തുന്നതിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, പരാതികളൊക്കെ ആധാരമെഴുത്ത് അസോസിയേഷന്റെ ഭാഗമായി തങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നാണ് CPI നേതാവ് പറയുന്നത്. എന്തായാലും CPIയിൽ ഇത്തരത്തിലുള്ള വിവാദം കത്തുകയാണ്. CPIയുടെ മുതിർന്ന നേതാവായിരുന്നു കന്ദസ്വാമി ബോയൻ. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഇപ്പോൾ CPI നേതാക്കൾക്കെതിരായി ഇത്തരത്തിലുള്ള പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ അന്വേഷണവും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.